ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, നമുക്ക് ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഓപ്പറേഷൻസിനെ കുറിച്ചൊരു ഐഡിയ ആണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് കുറച്ച് ഫങ്ഷൻസിലാണ്. അപ്പം അതിന് നമ്മൾ ഒന്ന് ആക്സെപ്റ്റിംഗ് ഡാറ്റ. അപ്പോൾ അതിനകത്ത് ആക്സെപ്റ്റിംഗ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, അതിനെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് പറയും. രണ്ടാമതായിട്ട് നമുക്കതിനെ സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു യൂണിറ്റ് ഉണ്ട്. സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ് സ്റ്റോറേജ് യൂണിറ്റ്. ദെൻ നമുക്ക് വരുന്നതാണ് പ്രോസസ്സിങ്. അത് നമ്മൾ പ്രോസസ്സർ അഥവാ CPU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ CPU നമുക്ക് നമ്മുടെ ഡാറ്റകളെ നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്. അതിനെ പ്രോസസ്സർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കോമൺലി അതിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയും. ദെൻ അടുത്തൊരു പാർട്ട് നമുക്ക് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് യൂണിറ്റ് പറയാൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് ഫൈനലി അതിൻ്റെ റിസൾട്ട് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. ആ റിസൾട്ടിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ദെൻ ഇതിന് പുറമെ നമുക്കൊരു കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. ഈ എല്ലാ ടാസ്കുകളെയും എല്ലാ ഓപ്പറേഷൻസിനെയും ടോട്ടലി കൺട്രോൾ ചെയ്യുന്നൊരു കൺട്രോൾ യൂണിറ്റ്. അപ്പം ബേസിക്കലി കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് അക്സെപ്റ്റ് ഡാറ്റ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, അതുപോലെ പ്രോസസ്സിങ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, താങ്ക് യു ഓൾ.